KCL മൂന്നാം സീസൺ ഒരുങ്ങുന്ന കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് ടീമിനൊപ്പമാണ് നമ്മളുള്ളത്. അവരുടെ കഠിനമായ പരിശീലനമാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കപ്പ് അത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള വലിയ ദൗത്യമാണ് ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരിച്ചിരി കടുപ്പമേറിയ പരിശീലനം തന്നെയാണ്. രോഹൻ കുന്നുമ്മൽ ക്യാപ്റ്റൻ നമുക്കൊപ്പം ചേരുകയാണ്. രോഹനും ഞാനുമാണ് ഈ ഷോ ആങ്കർ ചെയ്യുന്നത്. ഇപ്പോൾ രോഹൻ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ച് കടുപ്പമായിരിക്കും, എളുപ്പമായിരിക്കും രോഹൻ ഈ ആങ്കറിങ്. തീർച്ചയായിട്ടും മോഹൻ കണ്ട പ്രഷർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു, പക്ഷെ എനിക്ക് ഉള്ളിൽ നല്ല വരയ്ക്കുന്നുണ്ട്. അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാതെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ നല്ലൊരു എഫേർട്ട് ഇതിൽ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ടീമിലെ ഓരോ ആളുകളെ രോഹൻ തന്നെ പരിചയപ്പെടുത്തി തരട്ടെ. ഞാൻ അതിനു മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട കോച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങും. ബിജുമോൻ സാറ്. ഞാൻ ഈ യാത്ര, നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിലൊന്ന് കേഷ് കേരള എന്ന് പറയുന്ന അക്കാഡമിയെ കുറിച്ചാണ്, ആ അറ്റംപ്റ്റിനെ കുറിച്ചാണ്. ആ അറ്റംപ്റ്റിന്റെ ഒടുക്കമാണ് ഒരുപക്ഷെ KCL ഇന്ന് കളിക്കുന്ന ഏറ്റവും കൂടുതൽ താരങ്ങൾ, അതിൻ്റെ സൽമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ മക്കളാണ്. അതിൻ്റെ ചുക്കാൻ പിടിച്ച ആളാണ് ബിജു സാറ്. ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന്, നിറഞ്ഞ കയ്യടി കൊടുക്കണം ഈ സാറേ. അപ്പം ഇതൊരു റീയൂണിയനാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം. സാറിൻ്റെ കുട്ടികളാണ് കൂടുതൽ. ഞങ്ങൾ നമ്മുടെ തേവരയിലുണ്ടായിരുന്ന എലീറ്റ് അക്കാഡമിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഈ ടൂർണമെൻറ്റിൽ എല്ലാ ടീമിലുമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ഒരു റീയൂണിയൻ പോലെയാണ് ഈ ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് തോന്നുന്നത്. എത്രമാത്രം സന്തോഷമുള്ള ഒരു കാര്യമാണത്. വളരെ വളരെ കുട്ടികളൊക്കെ വളർന്നു വലുതായി, ക്രിക്കറ്റും വലുതായി. അതെ അതെ. ഇപ്പം സൽമാനെ സൽമാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നോട്ട് എനിക്ക് സൽമാനെ അറിയാം. അപ്പം അവിടെ നിന്ന് ഇതുവരെയുള്ള സൽമാൻ്റെ വളർച്ചയും ഈ റോഹനെ ഒരു 15ാം വയസ്സ് തൊട്ട് അറിയാം. കാരണം അവിടെ നിന്ന് അണ്ടർ 16 കളിക്കുന്ന തൊട്ട് റോഹൻ അറിയാം. അപ്പം അവിടെ നിന്ന് അവരുടെ ഈ ഗ്രോത്ത് എന്ന് പറയണത് അത് കണ്ടനുഭവിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു രസം തന്നെയാണ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ്, അതിലൊക്കെ വളരെ സന്തോഷം. എങ്ങനെയാണ് ഇത്തവണത്തെ നമ്മളെ ടീം, എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണ് കാലിക്കറ്റിൻ്റെ? ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ടീം എന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന ഒരു പ്രത്യേകത ഈ ടീമിനുണ്ട്. ഇതിൽ സീനിയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അപ്കമ്മിങ് യങ്സ്റ്റേഴ്സ് ഇതിലുണ്ട്. അപ്പം ഒരു എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും ഒരു മിക്സറാണ് ഈ ടീം. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്ലേയേഴ്സിൻ്റെ എഫേർട്ടിലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം, ഒരു ടീമിനെ നിങ്ങൾക്ക് കാണാം. ശരി, രോഹൻ എന്തെങ്കിലും കോച്ചിനോട്, ആങ്കർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, നമ്മളെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം അല്ല, ഞാൻ ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാം. കാരണം റോഹനെ എപ്പോൾ കാണുമ്പോഴും ഈ നമ്മൾ TV-യിൽ ഹൈലൈറ്റ്സ് കാണുന്ന ഒരു പ്രതീതിയാണ്. അതായത് നമ്മൾ ബൗണ്ടറി മാത്രമേ കാണാറുള്ളൂ. അപ്പൊ രോഹന്റെ ബാറ്റിംഗ് എപ്പോഴും ഒരു ഹൈലൈറ്റ്സ് കാണുന്ന പ്രതീതിയാണ് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു ഇൻട്രഡക്ഷൻ വേണ്ടാത്ത ആളാണ് ഇവിടെ നിൽക്കുന്നത്. ചെക്കിലെ മയിൽക്കുട്ടികൾക്ക് വരെ അല്ലേ അറിയാം. സോ സൽമാൻ, എന്തൊക്കെയുണ്ട്, ലൈക്ക് എങ്ങനെയുണ്ട് 3rd സീസൺ? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് 2-3 മാസങ്ങളായിട്ട് ഈ KCL വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത്. അതുപോലെ തന്നെ ഇപ്പം 2-3 ദിവസമായിട്ട് ടീമായിട്ട് നല്ല പ്രിപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടക്കുക. സെൻട്രൽ വീക്കിൽ നല്ല പ്രാക്ടീസ് സെഷൻസും ഇന്ന് മാച്ചസും കാര്യങ്ങളും കളിക്കാൻ പറ്റിയ ഓരോ ആൾക്കാരുടെ സ്ട്രെങ്ത്തും, അതുപോലെ തന്നെ നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മളെ ടീമിൻ്റെ യൂണിറ്റിയും ഇന്നത്തെ മാച്ചിൽ കാണാൻ പറ്റി. അത് വളരെ സന്തോഷമാണ്. സൽമാന്റെ ഹെൽമെറ്റ് ഒക്കെ ഓക്കെ അല്ലേ? ഓൾ ഗുഡ്. ശരി, അപ്പൊ ബാസി ക്യാപ്റ്റന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ബാസിയെ കുറിച്ച്? സോ ലക്കി ടു ഹാവ് ഹിം ഓൺ അവർ സൈഡ്. എന്താ പറയാ, ബാസിനെ നമ്മൾ നോക്കിയെടുത്ത് എന്തൊക്കെ ആരൊക്കെ എടുത്തില്ലാലും ബാസിനെ എടുക്കണം എന്നാണ് ആയിരുന്നു നമ്മള്. കയ്യടി വേണം. ടീമിനൊരു പാട്ടുകാരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ബാസി പാടാറുണ്ടോ? ആണോ ബാസി? എന്നാ ഒരു രണ്ടുപേരും രണ്ടാളും പാടാം. രണ്ടാളും കൃഷ്ണദേവനും പാടുക. എന്നാ രണ്ടാളും ഒരുമിച്ച് അവസാനം പാടും. ബാസി കളിയിലേക്ക് വരാം. സോ ബാസി, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് KCL ആണ്. എന്തൊക്കെയാണ് അതിൽ? അവിടെ പ്രശ്നം എൻ്റെ ഒരു 6 മാസമായി. എന്തൊക്കെയാണ് ബാസി ഈ സീസണിലെ എക്സ്പെക്ടേഷൻസ്? എന്താ പറയാ, മെയിനായിട്ട് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഗ്യാങ്ങിലേക്ക് വരാൻ പറ്റിയത്. കാര്യം നമ്മുടെ ഇപ്പോൾ സാറ് പറഞ്ഞ നമ്മുടെ അക്കാഡമിയിലുള്ള കുറേ
കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പണ്ട് കുറേ നാളായിട്ട് കളിക്കുന്നവർ ഒന്നിച്ചാണ്. പെട്ടെന്ന് ജെല്ലായി എല്ലാവരും, അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമാണെങ്കിലും ആ കുറച്ച് ദിവസത്തിൽ തന്നെ എല്ലാവരും നല്ല ജെല്ലായി, അതാണ് മെയിനായിട്ടുള്ള. ഇപ്പോൾ സാറ് പറഞ്ഞ ടീമിൻ്റെ ഇത് പറഞ്ഞത് അതുകൊണ്ട് അതാണ് മെയിനായിട്ട് തോന്നുന്നത്. ഇപ്പോൾ വേറെ എന്താ ഇക്കൊല്ലത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയാനായിട്ട് കഴിഞ്ഞ കൊല്ലം ചില കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടില്ല. അത് എന്നാൽ കഴിയുന്ന പോലെ ടീമിന് ചെയ്തു കൊടുക്കണമെന്നും നമുക്കത് എല്ലാവരും കൂടെ ഒന്നിച്ച് നേടണമെന്ന് ആഗ്രഹമുണ്ട്. ശരി, അതോടൊപ്പം ഇന്നൊരു പ്രാക്ടീസ് മാച്ച് ഉണ്ടായിരുന്നു അവിടെ പോയിന്റിൽ ബാസിയുടെ ഒരു ഗ്രൻ ഫീൽഡ് വല്ലാത്ത ശല്യം. കൃഷ്ണദേവൻ ഈ 11,20,000 മുതലാണ്. ഗംഭീര ഗംഭീര ഷോട്ട്സ് ആണ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് മാച്ച് കാണുമ്പോൾ നമുക്ക് അറിയാലോ, പഴയ ജാവലിൻ ത്രോ താരമാണെന്ന് ഇവിടെ വന്നതിന് ശേഷം. അതിൽ തുടക്കം അതെ, ജാവലിനാണ് തുടങ്ങിയത്. എന്നിട്ട് പിന്നെ കോളേജ് ഫൈനൽ ഇയറിൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങി. പിന്നെ അത് നല്ലപോലെ ഇതുവരെ എത്തി, ഭാഗ്യമുണ്ട്. എല്ലാം കൊള്ളാം. ഞങ്ങൾ മംഗലപുരം സാറേ, മംഗലപുരത്ത് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു ഹോട്ടലിന്റെ സൈഡിൽ ഒരു ഫ്ലക്സ് ബോർഡ് ചാരി വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട കൃഷ്ണദേവൻ, ഞങ്ങൾ KCL കളിക്കാൻ പോകുന്ന കൃഷ്ണദേവൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ ഒരു വലിയ കയ്യടി കൃഷ്ണദേവന് വേണം. കാരണം കഴിഞ്ഞ തവണ കൊല്ലത്തിന്റെ ഷറഫുദ്ദീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും മികച്ചൊരു ബൗളറാണ്, ഒരു ഉഗ്രൻ ഓൾറൗണ്ടറാണ്. ഷറഫുദ്ദീനെ തുടർച്ചയായി 5 സിക്സറുകൾ അടിച്ച് 49 റൺസ് 11 പന്തിൽ നിന്ന്. ഗ്രേറ്റ്. ഇത്തവണ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് കോഴിക്കോട്ടെ ആരാധകർക്ക്. അതെ, നമുക്ക് ടീമായിട്ട് നിന്ന് ഇത്തവണ കഴിഞ്ഞ തവണ നേടാൻ പറ്റാത്ത കാര്യം ഇത്തവണ നേടണം. രോഹൻ എന്താണ്? അല്ല, ഇവനെ അടിക്കുന്ന ഒരു 6 മിനിമം 12 റണ്ണെങ്കിലും കൊടുക്കണം. അത്ര വലിയ 6 അങ്ങനെ അടിക്കുന്നത്. സോ ലൈക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും നമ്മുടെ ടീമിലുള്ള. തീർച്ചയായിട്ടും അവന് ഈ സീസൺ ക്ലബ് സ്റ്റാർസിന് വേണ്ടി നല്ല വലിയ ഇന്നിങ്സ് കളിക്കാൻ പറ്റട്ടെ. അവൻ മേലേക്ക് ഇനി IPL ഇന്ത്യ ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ആശംസ. ഇന്നിപ്പോ പ്രാക്ടീസ് മാച്ചിൽ 3 വിക്കറ്റ് എടുത്ത ഒരു മിന്നും താരതേ ഈ ടീമിലെ ഏറ്റവും സീനിയർ പ്ലെയർ അല്ലേ ആസിഫിൽ അഷ്റഫ്. എങ്ങനെയുണ്ടായിരുന്നു ടീമിന്റെ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ്? ഇതൊന്നുമില്ല, എന്നെ പിക്ക് ചെയ്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവരൊക്കെ സീനിയർ പ്ലേയേഴ്സ്, അതിനു വേണ്ടിയാണ് അവർ പിക്ക് ചെയ്തിട്ടുള്ളത്. സൽമാനൊക്കെ അതിൽ മെയിനാണ്. മൊത്തത്തില് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സൽമാൻ ആണെങ്കിലും റോഹൻ ആണെങ്കിലും സ്കറി ആണെങ്കിലും ഇവിടുത്തെ ടീം മാനേജ്മെന്റ് ആണെങ്കിലും ഒരു കപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. 2 സീസണായിട്ട് കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തിരിച്ചുവരവ് കൂടിയാണ് സംബന്ധിച്ചിടത്തോളം. അപ്പം അത് മനോഹരമാക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാനും നല്ല രീതിയിൽ. താങ്ക് യു. ഓക്കെ, നമ്മുടെ രോഹൻ പറയട്ടെ. നാട്ടില് ഫ്രണ്ട്സ് എല്ലാരും വിളിക്കുമ്പോഴേ വിക്കിന്റെ നമ്പറാ ചോദിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് അല്ലേ? പക്ഷേ വിക്കിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇപ്രാവശ്യം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. എന്താ പറയുക, അവൻ IPL കളിച്ച എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൽ എല്ലാവർക്കും അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, IPL ടീംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവനിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ എസ്പെഷ്യലി വിക്കിയുടെ ആ ഒരു ഇത് നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് നൽകുന്നുണ്ട്. ഞാൻ വിക്കിയോട് ഈ യാത്രക്കിടയിൽ ഞാൻ മലപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, കോഴിക്കോടിനോട് എന്താണ് ഇത്ര വലിയ ഇഷ്ടം എന്ന് ചോദിച്ചപ്പം വിക്കി പറഞ്ഞത് കോഴിക്കോട്ടെ ഫുഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട്ടെ ആരാധകരോട് എന്താണ് വിക്കി ഒന്നുകൂടെ പറയാനുള്ളത്? തീർച്ചയായും ഈ വർഷം പറഞ്ഞ പോലെ നല്ല ബഞ്ച് ഓഫ് ടീമുണ്ട് നമുക്ക്. യങ്സ്റ്റേഴ്സ്, പിന്നെ മാനേജ്മെന്റ് ആയാലും ഓൾ സീനിയേഴ്സ് നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, പണ്ടുപോലെ അറിയാലോ എല്ലാവരും. അപ്പോൾ വീണ്ടും ഒരപ്പം കളിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ ഈ വർഷം നന്നായി കളിക്കാൻ നോക്കണം ടീമിന് വേണ്ടിയിട്ട്. ഹെൽപ്പ് കപ്പെടുത്താൻ കൊണ്ടുപോകണം നമുക്ക്. തീർച്ചയായും. ഓക്കെ, യെസ്. രോഹൻ ചേട്ടായി എന്താ പറയാ, എല്ലാരും ഇവനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. gonna see something special this season. എന്താ പറയാ, ഇറ്റ്സ് സോ ഗുഡ്. ഇത്ര ദിവസത്തെ പ്രാക്ടീസിൽ മനസ്സിലായി ലൈക്ക് എന്തോ സാധനം എൻ്റെ എക്സ്ട്രാ ഉണ്ട്. സോ എന്താ പറയാ, പക്ഷെ അവനെ പ്രഷറായിട്ടൊന്നും എടുക്കണ്ട, ചില്ലായിട്ട് കളിക്കുക. നിനക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കാലിക്കറ്റ് ക്ലബ് സാർ. എന്താ വെച്ചാൽ എന്നെ പിക്ക് ചെയ്തതിലും അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്നതിലും അതുപോലെ തന്നെ ഇത്ര സപ്പോർട്ടീവായിട്ടുള്ള എല്ലാവരും എന്നെ സപ്പോർട്ടീവാണ്. അപ്പോൾ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു. അതുപോലെ ഒപ്പം കളിക്കും എല്ലാവരെയും അറിയാവുന്നതിന് കൂടുതൽ. ഇന്ന് കൈഫിനൊപ്പമായിരുന്നു ഓപ്പണിംഗ് സ്ലോട്ടിൽ പൊളിച്ചു. ആ തകർത്ത് അതാണ് കൈഫിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. കൈഫ് ഒരു ധൈര്യമാണ്. പിന്നെ കൈഫ് നല്ല സപ്പോർട്ടീവാ. എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് അതിൽ കുറഞ്ഞൊന്നും നമുക്കൊന്നുമില്ല. അതാണ്. ഓക്കെ, മുഹമ്മദ് കൈഫ്, ഞങ്ങൾ
കാസർഗോഡ് നിന്ന് കണ്ടു, ഉപ്പയെ കണ്ടു, പേരിട്ട കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിനപ്പുറത്തേക്ക് രോഹൻ എന്താണ്? അയ്യോ കൈഫ് ഇന്നത്തെ ബാറ്റിംഗ് ആ വീഡിയോ ഇല്ല, അതിന്റെ ഞങ്ങളെടുത്തു. ഉണ്ടായിരുന്നോ? അയ്യോ ഇവരെ എനിക്കൊന്നും അവർ ഔട്ടായിട്ടില്ല. 100 റൺ പാർട്ണർഷിപ്പ് അതിന്റെ മേലെ ഉണ്ടായിരുന്നു. ഉഗ്രായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് കൈഫ്. എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ആയിട്ട് മേലെ ബാറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, അതൊരു ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നുണ്ട്. നമ്മള് എന്താ പറയാ, 11 ഇടുമ്പോൾ ആ 16 എല്ലാവരെയും കളിപ്പിക്കണം എന്നുള്ള അവസ്ഥയിൽ എത്തുന്നുണ്ട്. സോ ആ ഒരു ഗുഡ് പ്രഷർ നമുക്ക് നൽകുന്നുണ്ട്. ആൻഡ് കൈഫ് ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? ഇല്ല, നല്ല തന്നെ. മൊത്തത്തിൽ ഈ ഒരു ഗ്യാങ്ങിൽ വരാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഭയങ്കര സപ്പോർട്ടീവാണ് മൊത്തത്തിൽ. ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനെ ഭയങ്കര സ്പെഷ്യലാക്കുന്നത് ഈ ടീമിനെ. ഇതിൻ്റെ മൊത്തത്തിൽ ഇപ്പം സപ്പോർട്ടിങ് സ്റ്റാഫ് ആണെങ്കിലും കോച്ചാണെങ്കിലും ടീമിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും പ്രത്യേകതരം ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ, എല്ലാവരും ഭയങ്കര നൈസായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം അതാണ് ഇതിനെ കൂടുതൽ രസമാക്കുന്നത് ഈ ടീമിനെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ടീമിലേക്ക് എത്തിപ്പെട്ടത്. ഓക്കെ, കൃഷ്ണദേവനും ബാസിയും പോകരുത്, പാട്ട് പാടാനുണ്ട്. ഓക്കെ ശരി. ഇവനിങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഉള്ളിലൊരു എന്താ പറയാ ഒരു റാപ്പർ ഉണ്ട്, ഒരു മിനി വേഡറാണ്. ഭയങ്കര എക്സൈറ്റിംഗ് പേഴ്സണൽ, ഭയങ്കര കാം ഇൻ ദ ഗ്രൗണ്ട് ആണ് ഹരി. എന്താ പറയാ, കഴിഞ്ഞ വർഷം എനിക്കൊരു മൊമെന്റ് ഓർമ്മയുണ്ട്. ഒരു ഡെത്ത് ഓവറിൽ ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, സാധാരണ ഡെത്ത് ഓവർ സ്പിന്നേഴ്സ് അങ്ങനെ എറിയാറില്ല യൂഷ്വലി T20. പക്ഷേ ഇവൻ വന്ന് എറിഞ്ഞ് എനിക്ക് 2 റൺ 3 റൺ ഓവർ പിടിച്ച് തന്നു. 2-3 വിക്കറ്റ് എടുത്തു, കളി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തന്നു. സോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡാ. എന്താ ഇവൻ ചെയ്യാമെന്ന് ഇവനറിയില്ല, നമുക്കും അറിയില്ല. ആ ഒരു സാധനം ഉണ്ട്. സംതിങ് വെരി സ്പെഷ്യൽ. ആൻഡ് വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? കഴിഞ്ഞ വർഷം കാലിക്കറ്റ് തന്നെയാണ് കളിച്ചത്. നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റി. ഈ വർഷവും എല്ലാവരും അടിപൊളിയാണ്. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ജെല്ലാണ്. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചുകൂടെ ബെറ്റർ. എന്താ പറയുക, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്, കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഈ വർഷം പൊളിക്കണം, കപ്പടിക്കണം. അവിടെ നേരത്തെ പരിശീലന മത്സരത്തിൽ കൈഫും അരവിന്ദും കൂടെ അടിച്ച് തകർക്കുമ്പോൾ ഒരുപാട് ഡോട്ട് ബോൾ വന്നത് ഹരിയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രേറ്റ് ബോളിംഗ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. വയനാടൻ എക്സ്പ്രസ് അഖിൻ സത്താർ പഠിച്ചത് എവിടെയായിരുന്നു? വയനാട്. ഞങ്ങൾ എവിടെയോ പോയപ്പോൾ അഖിൻ സത്താറിന്റെ പേര് പറഞ്ഞല്ലോ. വയനാട്ടിൽ തന്നെയാണ്. ഓക്കെ. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? എക്സൈറ്റഡ് ആണ്. ഒരു KCL കപ്പ് ഉണ്ട്, അപ്പോൾ ഒന്നും കൂടി ഒരു കപ്പും കൂടി നേടണം. ഒരു കപ്പ് കൂടെ നേടണം. ഓക്കെ, വലിയ പ്രതീക്ഷയിലാണ്. എങ്ങനെയുണ്ട് ടീം? എങ്ങനെയുണ്ട് ടീം? പെട്ടെന്ന് ജെല്ലാവാൻ പറ്റി. പിന്നെ അറിയാലോ, എപ്പോഴും നമ്മൾ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ട്. 2 സീസൺ കളിച്ചപ്പോഴും. അപ്പോൾ ആ പ്രഷർ ബാക്കി ടീമിന് എങ്ങനെയുള്ളതെന്ന്. എത്ര ടീം എന്താണ് കാലിക്കറ്റിൽ വായിക്കേണ്ടത്? എല്ലാം വായിക്കണം, എല്ലാവരും വായിക്കണം. ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എല്ലാം എൻ്റയർ ടീമിനെ വായിക്കണം. അതാണ് അഖിൻ സത്താർ പറയുന്നത്. ഓക്കെ, യെസ്. ഏതാ ഡാൻസറാണോ? അയ്യോ പോരുത്, ഡാൻസ് ഉണ്ടാവും. കൃഷ്ണദേവന്റെ പാട്ട്, ബാസിയുടെ കൃഷ്ണദേവന്റെ പാട്ട്, അഖിൻ സത്താറിന്റെ ഡാൻസ് ഉറപ്പിച്ചു. യെസ്, വരട്ടെ. ഇബ്നു ലഫ്താവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ഇന്ന് കോളേജിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാർ ആയിരുന്നു. അവിടുന്ന് കുറെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോ റിക്വസ്റ്റ് വന്നിട്ടാണ് അറിയാൻ പറ്റിയത്. കുറച്ച് നാളം കാണിക്കെങ്കിലും ആള് കിടിലോ ആള്. എങ്ങനെയുണ്ട് കാലിക്കറ്റിനൊപ്പം? 3ാം സീസണാണ് കാലിക്കറ്റിനൊപ്പം. എക്സൈറ്റഡ് ആണ്. ഒപ്പം തന്നെ എല്ലാ വർഷം പോലെ തന്നെ പെട്ടെന്ന് ജെല്ലാവുന്ന ഒരു ടീമാണ്. പിന്നെ ഈ ടീം കളിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ഫാമിലി ഫീലിംഗ് ഉണ്ട്. ശരിക്കും നാട് ആലുവ. അതെ. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? കല്ലുമ്മക്കായാണ് കോഴിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. കോഴിക്കോട് വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടുണ്ട്. ഇഷ്ടമാണോ കോഴിക്കോട്ടുകാരെ? നല്ല മനുഷ്യരാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞോ. നല്ലതാ, അടിപൊളിയാ, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. കാലിക്കറ്റ് ഇത്തവണ കപ്പും കൊണ്ട് പോണ്ടേ? ഇപ്രാവശ്യം കപ്പ് എല്ലാവരും പറയുന്ന പോലെ ഡിസർവിംഗ് ആണ്. ഈ ടീം അടിച്ചില്ലെങ്കിൽ പിന്നെ അടിക്കും, ഉറപ്പാ. ഇത്തവണ കപ്പുമായിട്ട് വന്ന കല്ലുമ്മക്ക വാങ്ങിച്ചു തരും ഞങ്ങൾ കോഴിക്കോട്ടുകാർ. നമ്മളിവിടെ ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്നു റാൻ, കഴിഞ്ഞ സീസൺ മിസ്സായി. എന്താ പറയാ, നമ്മുടെ ഒരു മെയിൻ ഇമ്പാക്ട് സാധനമാണ്. ഇവനെ അധികം ആൾക്കാർ കണ്ടിട്ടില്ല, പുറത്തിറക്കിയിട്ടില്ല. സർപ്രൈസ് ആയിട്ട് വെച്ച സാധനമാണ്. ഓൾറെഡി ഞാൻ ഈ ടീമിന്റെ പാർട്ടായിരുന്നു ഫസ്റ്റ് സീസൺ. കഴിഞ്ഞ തവണ ഫസ്റ്റ് സീസൺ ഓൾറെഡി പാർട്ടായിരുന്നു. അപ്പം തിരിച്ച് ഈ ഫാമിലിയിലേക്ക് വരാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇത് ടീമല്ല, ഒരു ഫാമിലി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അത്ര ഒരു ഫ്രീഡം ഉണ്ട് ഇതിനകത്ത്.
നിങ്ങൾ കോതമംഗലം പോയതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ശരി, അടുത്താണ് അഫ്രദ്. എന്താ പറയാ, കേരളത്തിൽ ലാലേട്ടൻ കഴിഞ്ഞ ഏറ്റവും നന്നായിട്ട് മീശ ഇരിക്കുന്നത്. ഒന്ന് മീശ വിരിച്ച് കാണിച്ചു കൊടുത്തേ. വേണ്ടേ? Yes. അവിടെ എന്താ പറയാ, നമ്മുടെ മെയിൻ ആണ്, മെയിൻ ലെഗ് സ്പിന്നർ. എന്താ പറയാ, ടീമിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു ആളാണ്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഇത്തവണ നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കൊച്ചിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം 3-ാം സീസണിൽ ഗ്ലോബ് സ്റ്റാറിൽ കളിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കിട്ടി, ഭയങ്കര സന്തോഷം. ആഗ്രഹിച്ചിരുന്നത് പോലെ കിട്ടി. വലിയ പ്രതീക്ഷകളുണ്ട് ടീമിന്. അപ്പോൾ അത് മുഴുവൻ നിറവേറ്റാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ? അതെ അതെ, തീർച്ചയായും. താങ്ക് യു. യെസ്, അശ്വിൻ ആനന്ദ് ഫ്രം പാലക്കാട്. അശ്വിൻ, ടെൽ മീ അബൌട്ട് യുവർസെൽഫ്. പറയൂ. അശ്വിനാണ് പാലക്കാട് നിന്ന് ഒരു ബാറ്ററാണ്. എക്സ്പീരിയൻസ് അടിപൊളിയാണ്. കാരണം ഫസ്റ്റ് സീസണാണ്. പ്രത്യേകിച്ച് ഈ ലോട്ടിലോട്ട് വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കാരണം റോഹൻ്റെ ഒപ്പം ആണെങ്കിലും സ്കറിൻ്റെ ഒപ്പം ആണെങ്കിലും സല്ലുവിൻ്റെ ഒപ്പം ബാസിയൊക്കെ ഞങ്ങൾ ഒരു 10-15 കൊല്ലത്തോളമുള്ള പരിചയമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫാമിലി ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീമിലോട്ട് വന്നപ്പോൾ. നിങ്ങളെ ടീമിനെ കാണുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ജെല്ലുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു ഐക്യമുണ്ട്. അത് കോഴിക്കോട്ടുകാർ എൻജോയ് ചെയ്യും. ഞാനിതാ അഖിൽ സ്കറിയിലേക്ക് പോവാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം രോഹൻ കുന്നുമ്മൽ, അഖിൽ സ്കറിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്താണ്? അത് പറയണം. റൂമിലും പോക്കറ്റിലും റംബൂട്ടാക്കാണ്. അല്ല, ഞങ്ങള് ഇടുക്കിയിൽ ചെന്നപ്പോ ഞങ്ങള് യാത്രക്കിടയിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. അത് തീർന്നു. പക്ഷെ അഖിൽ ഇത്തവണ കോഴിക്കോട് നിലനിർത്തിയ താരങ്ങള് പട്ടികയിൽ ഒന്നാണ് അഖിൽ. ഇന്നും അഖിലിന്റെ ഒരു പെർഫോമൻസ് ഞങ്ങളിവിടെ കാണാൻ പറ്റി. ഇത്തവണയും അഖിലിന്റെ ഓൾറൗണ്ട് പെർഫോമൻസ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്താണ് നമ്മുടെ കാലിക്കറ്റ് ടീം, പുതിയ ആളുകൾ, എന്താണ് നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, ഈ ടീം നിരാശപ്പെടുത്തില്ല. എനിക്ക് അത്ര വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ പ്രിപ്പറേഷനൊക്കെ അത്രയും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഈവൻ കൊരട്ടിയിൽ നമ്മൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചാണ് ക്യാമ്പിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ എന്നാലും ആ ലാസ്റ്റ് 2 ദിവസത്തിൽ തന്നെ ഇവരുടെ ബാറ്റിങ്ങോ അല്ലെങ്കിൽ ബോളിങ്ങോ ഒക്കെ കാണുമ്പോഴത്തേനും അതിൽ ഏറ്റവും മോശം ഞാനാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ഇവർ ക്യാമ്പിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര വിക്കറ്റ് എടുത്തു? 3-ആം തോന്നുന്നു. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. എന്താ പറയാ, ഈ വർഷം ബൈക്കാണോ കാറാണോ എന്താ അറിയില്ല, അതുകൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആള്. ഇത്തവണ കൂടി ഒരു പർപ്പിൾ ക്യാപ്പ് അഖിൽ സ്കറിയയുടെ തലയിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വന്നാൽ ഓർത്തു വെച്ചോളൂ, IPL-ലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ നമ്മൾ കാണും. അത് വരട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ആൻഡ് സീ. യെസ്, വരുൺ നായനാർ. ഒരു മാറ്റം കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, താടി വന്നു. താടി വെച്ചു, കുറച്ച് മെച്ചൂർ ആവാം എന്ന് തീരുമാനിച്ചാണോ? വരുൺ നായനാർ കോഴിക്കോട്ടുകാരനാണ്. എല്ലാവരും പറയുന്നു വരുൺ കണ്ണൂർക്കാരനാണ്. എന്നാൽ കോഴിക്കോട് ചേവായൂരുകാരനാണ് അല്ലേ? അച്ഛൻ്റെ വീട് കോഴിക്കോട് ചേവായൂരാണ്. നമ്മൾ ഇപ്പൊ 3 പേര് കോഴിക്കോട്ടുകാരായി. 3 കോഴിക്കോട്ടുകാർ. എന്താണ് ഇത്തവണ നമ്മൾ കാലിക്കറ്റുകാർ വലിയ എക്സ്പെക്ടേഷനാണ്. നല്ല ടീമാണ്. നല്ല പെട്ടെന്ന് ജെല്ലായിട്ടുണ്ട് എല്ലാവരും. ഭയങ്കര സപ്പോർട്ട് സ്റ്റാഫും പ്ലേയേഴ്സ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പെക്ടേഷൻസ്. ഓക്കെ, വരുൺ നായനാരെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ വരുൺ നായനാർ ഒരു വെടിക്കെട്ട് സെഞ്ചുറി നേടിയിട്ടാണ് ഈ നിൽക്കുന്നത്. കൺഗ്രാറ്റ്സ്, ഗംഭീര ഷോട്ട്സ് ആയിട്ട്. ഗ്രേറ്റ്. അപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. വരും. യെസ്, ഇത് നമ്മുടെ സ്വന്തം സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടാ പറയൂ. ഒന്നുമില്ല, ഞാൻ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചാണ്. ഓക്കെ, അപ്പം എനിക്കൊരു നല്ല ടീമിനെ കിട്ടി. എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീം എന്തായാലും എല്ലാവരെയും സന്തോഷിപ്പിക്കും എന്നുള്ളൊരു, അല്ലെങ്കിൽ കോഴിക്കോടുകാരുടെ പ്രതീക്ഷ നിലനിർത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളും. യെസ്, ഗംഭീരമാവട്ടെ സർ. ഇത് നമ്മുടെ ഷോൺ ചേട്ടൻ, ഫിസിയോ, 24/7 അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഏത് രാത്രി വേണേ വിളിക്കാം. ഭയങ്കര പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ ഫുള്ളി ഫിറ്റാണ്. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ആർക്കും ഒരു മടിയൊന്നുമില്ല. എല്ലാം റിഹാബും എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യണം. ഗംഭീരമായിട്ട് പോകുന്നു. ഗംഭീരമായിട്ട് പോകുന്നു. യെസ്, ഗ്രേറ്റ്.
നമ്മുടെ അസിസ്റ്റന്റ് ഫിസിയോ സെറ്റാണല്ലോ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിച്ച് ഫുൾ ഫിറ്റ് ആണ്. ഫുഡ് ഇൻടേക്ക് എല്ലാവരും ഞങ്ങൾ കാലിക്കറ്റുകാർ ഫിറ്റ് ആണ്. ഓഫ് കോഴ്സ് കയ്യടി കൂടുന്നുണ്ട്. അതിന് എന്തോ കാരണമുണ്ട് രോഹൻ. ഈ ടീമിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ബ്ലസ്സനാണ്. പറയൂ എന്തോ പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം. ബ്ലസ്സൻ നമ്മുടെ ട്രെയിനറാണ്. അയർലൻഡിലാണ്. നമുക്ക് ടീമിന് പുറത്ത് നാളെ ഇറക്കിയല്ലേ? ഞാൻ പഴയ ആളാണ്. എല്ലാവരെയും ഇങ്ങനെ അറിയാം. നമ്മൾ സപ്പോർട്ടിങ് സ്റ്റാഫ് ആയാലും പ്ലേയേഴ്സ് ആയാലും ഒത്തിരി നാളെ പരിചയമുണ്ട്. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി പോലെയാണ്. അപ്പം അതുകൊണ്ട് ഈ തവണ നമ്മൾ എന്തായാലും സ്ട്രോങ് ആയിരിക്കും. അതെന്താ റിസൾട്ട് ഉണ്ടാവും. ഉറപ്പായിട്ട്. യെസ്. ഇത് നമ്മുടെ സ്വന്തം ഡേവിഡ് ചെറിയാൻ, മാസ്റ്റർ ബ്രെയിൻ, ദ ബാക്ക് ബോർഡ് ഓഫ് കാലിക്കറ്റ് ഗ്ലോബ്സ്. അതായത് നമ്മുടെ ടീം ഈ 3 വർഷമായിട്ട് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന പല ഇൻപുട്സ് ഞാൻ എടുക്കുന്നതും ഒക്കെ ഡേവിഡിന്റെ കയ്യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ടീമിന്റെ ഒരു ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി പോലെ പോകുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ റോഹൻ പറഞ്ഞ പോലെ നമ്മൾ പക്ക ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും. അപ്പോൾ ആ ഫാമിലി ആയിട്ട് വിൻ ചെയ്യണം. ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. യെസ്. ഇത് മിഥുൻ, നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫിലെ മെയിൻ സപ്പോർട്ട്. എല്ലാ കാര്യത്തിലും ഓൾ ഇൻ ഓൾ ഓടി നടക്കുകയാണ്. എന്ത് കാര്യത്തിലും മിഥുൻ വിളിച്ചാൽ കംപ്ലീറ്റ്ലി സെറ്റ്. ഇത്തവണ കപ്പ് നമ്മുടെ കയ്യിൽ. അതാണ് ഞാൻ പറയും. ഞങ്ങൾക്കൊരു കുറെ അനുഭവമുള്ള ആളുകളാണ്. പറഞ്ഞോളൂ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ടീമിന്റെ വീഡിയോ അനലിസ്റ്റ് ആണ്. എവിടെയാണ് എതിർ ടീമിലെ ആളുകളുടെ പിഴവ് എന്ന് നോക്കി നടക്കുന്ന ആളാണ് അല്ലേ? പറയൂ. പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ടീം സെറ്റാണ്. 20ന് ശേഷം അതിന്റെ ഫുൾ എഫേർട്സ് അല്ലെങ്കിൽ റിസൾട്ട് ഗ്രൗണ്ടിൽ കാണാം. പക്ഷേ രാകേഷിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കേരളം രഞ്ജി ട്രോഫിയിൽ 2015 ശേഷം ഒരു തവണ ക്വാർട്ടറിലും ഒരു തവണ സെമി ഫൈനലിൽ കടന്നപ്പോഴും രാകേഷ് ആയിരുന്നു അന്ന് ടീമിനൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ചേട്ടൻ സ്വന്തം മാനേജർ. ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. പറയൂ സാർ, എങ്ങനെയുണ്ട് ഇവരെ മാനേജ് ചെയ്യാൻ? വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവര് എല്ലാം കോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ് പോകുന്നത്. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം 20-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ അധികം വാക്കുകളിലൂടെ ഇത് ചെയ്യാതെ ഗ്രൗണ്ടിൽ കാണാം. യെസ്. ഇത് നമ്മുടെ സ്വന്തം പറയൂ, എന്താണ് ടീമിനൊപ്പം സഞ്ചരിച്ച് അവർക്കൊപ്പം അവരുടെ നല്ല മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത് ആളുകൾക്ക് നൽകുന്നതാണ്. എങ്ങനെയുള്ള ടീം അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ വേണ്ട കണ്ടന്റ് എല്ലാവരും നല്ല സഹകരണമാണ്. അടിപൊളി ടീമാണ്. അതെ, ഗംഭീര വീഡിയോസ് ആണ് കേട്ടോ. ഗംഭീര വീഡിയോസ് ആണ്. യെസ്. പ്രത്യേകിച്ച് കോതമംഗലം കാട്ടിൽ വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ചാടി പറയുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഐഡിയ കേട്ടോ. ഇത് ഹരിയാർ നമ്മുടെ മെയിൻ ട്രെയിനർ. ലാസ്റ്റ് 3 വർഷമായിട്ട് എല്ലാവരും ഉഷാറാണ്. എല്ലാവരും ഫിറ്റ് ആണ്, റെഡി ടു പ്ലേ. എനിക്ക് തോന്നുന്നു 20 തൊട്ട് നമ്മൾ അടിച്ചു പൊളിക്കും. ഉറപ്പാണ്. അശ്വിൻ ബ്രോ, നമ്മുടെ സൈഡ് അമർ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫുൾ ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാം എപ്പോഴും ലാസ്റ്റ് 3 സീസണായിട്ട് അശ്വിൻ ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണ കൊല്ലം ടീം? എറിഞ്ഞു കൊടുക്കുന്ന പന്തൊക്കെ അടിച്ച് പുറത്തിടുന്നുണ്ടോ? ഉറപ്പായിട്ടും സെറ്റാണ്. ആരും പോകരുത്. നമ്മൾ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ഇവന്റുകൾ കൂടിയുണ്ട്. ബാസി വരട്ടെ, കൃഷ്ണദേവൻ വരട്ടെ, രോഹൻ കുന്നുബൽവ, പിന്നെ അഖിൻ സത്താർ വരട്ടെ. എല്ലാരും വിളിക്കും. വാ സൽമാൻ, വാ. ഇവര് ഒന്ന് ഒരു പാട്ട് വേണമെന്ന്. വാ അഖിൻ, എടാ നമ്മളുണ്ട്. വാ കൃഷ്ണദേവൻ, വാ ബാസി വാ. കണ്ണുകൊള്ളാണ്ട് ഇത്രയും കണ്ടന്റ് റെഡി. കയ്യടി വേണേ. രോഹൻ
സ്റ്റാർട്ട് ചെയ്യാം കുട്ടനാടകയല്ല. കോഴിക്കോടിന്റെ പാട്ടൊന്നുമില്ലല്ലോ. ഞാൻ തുടങ്ങും, കൂടെ പാടിയാ മതി. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി, അന്തിക്കുടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ തഞ്ചത്തിന് വെള്ളം തേവണം, കള്ളിക്കുയിലേ തുഞ്ചത്തിന് വെള്ളം പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിമിതി ഹൃദയ, അമ്പിളിച്ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിമിതി ഹൃദയ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി, അന്തിക്കുടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ആ തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തിര ഇത് മറുതിര, ഇത് തിര ഇത് മറുതിര, ഇത് രോഹൻ കുന്നുമൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ടീമായി ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. ബിജു സാറും ബിജു സാറിന്റെ പിള്ളേരുമാണ്, ഒരു കുടുംബമാണ് കാലിക്കറ്റ്. കാലിക്കറ്റ് ഇത്തവണ അരയും തലയും മുറുക്കിയാണ് ഇക്കുറി KCL എത്തുന്നത്. ഉറപ്പാണ് ആരാധകരെ, നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ ടീം. പ്രതീക്ഷയോടെ കാത്തിരുന്നോളും. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ടീം.